ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഇമേജ് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. അതായത് Nodejs മൾട്ടർ മോഡ്യൂൾ വെച്ചിട്ട് നമ്മൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ഫയൽ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാം, പ്രോപ്പറായിട്ട് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ എല്ലാ ലൈൻസും വേറൊരു ഫയലിലേക്ക് ബാക്കപ്പായിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾക്ക് ഇമേജിൻ്റെ മാത്രമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് ചെയ്യാം. അതിനൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ബാക്കപ്പ് എന്ന് പറഞ്ഞ് backup.js. അതിനകത്ത് ഞാനത് പേസ്റ്റ് ചെയ്തു. നമ്മളുടെ ഇമേജ് അപ്ലോഡിങ്ങിനായിട്ട് നമ്മൾക്ക് മൾട്ടർ വേണം. അതിനായിട്ട് ഞാനിവിടെ npm install multer എന്ന് കൊടുക്കുകയാണ്. അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നോഡ്മോൺ വെച്ച് നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ റൗട്ട് ഡിഫൈൻ ചെയ്യാം. അതിനായിട്ട് app.post മെത്തേഡാണ്. ബ്രാക്കറ്റിൽ പാത്ത് ഡിഫൈൻ ചെയ്യുക, /upload എന്നാണ് ഞാൻ കൊടുക്കുന്നത് സ്ട്രിങ്ങിനകത്ത്. എന്നിട്ട് കോമ, ഒരു ഫംഗ്ഷൻ. തൽക്കാലം നമുക്കൊരു കൺസോൾ ലോഗ് ഫംഗ്ഷൻ കൊടുക്കാം. ഒരു ആരോ ഫംഗ്ഷൻ ഇട്ടിട്ട് console.log അപ്ലോഡിങ്. എന്നിട്ട് നമുക്ക് ഈ റൗട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പോസ്റ്റ്മാനിൽ. ഇത് വർക്കിംഗ് ആണെങ്കിൽ കൺസോൾ ലോഗ് വർക്കാവും. സോ ഞാനിത് എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ റൗട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കൺസോൾ ലോഗ് വെച്ചത് റൺ ചെയ്ത് നോക്കും. നമുക്കിത് ട്രൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ലിങ്കിൽ /upload എന്ന് കൊടുക്കുകയാണ്. പോസ്റ്റ് മെത്തേഡാക്കിയിട്ട് സെൻഡ് ചെയ്ത് നോക്കുകയാണ്. നമ്മളുടെ കൺസോൾ ലോഗ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ലോഡ് ആയിക്കൊണ്ടിരിക്കുക പോസ്റ്റ്മാൻ. അതിൻ്റെ റീസൺ നമുക്ക് റെസ്പോൺസ് പാസ് ചെയ്ത് കൊടുക്കണം പോസ്റ്റ്മാനിക്ക്. അതിനായിട്ട് നമ്മൾ റിക്വസ്റ്റ് റെസ്പോൺസ് എഴുതിയിട്ട് response.send ഒരു സ്ട്രിങ് കൊടുക്കാം. നമുക്ക് ഡൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, റെസ്പോൺസ് അവിടെ പാസ്സായിട്ടുണ്ട്. ഇവിടെ കൺസോളും വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ console.log കളഞ്ഞിട്ട് പ്രോപ്പറായിട്ടുള്ള അപ്ലോഡിങ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ const multer require multer. സോ നമ്മൾ മൾട്ടർ മോഡ്യൂളിനെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇനി സ്റ്റോറേജ് ഒബ്ജക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. const storage multer പാസ് ചെയ്ത് കൊടുക്കുക. സോ ഈ സ്റ്റോറേജിലാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ഫോൾഡറും ഫയൽ നെയിമും ഡിഫൈൻ ചെയ്യുന്നത്. സോ multer ഡോട്ട്, ഇവിടെ നമ്മൾ ഡിസ്ക് സ്റ്റോറേജാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. തൽക്കാലം നമ്മൾ സെർവർ നമ്മളുടെ ബാക്ക് എൻഡിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ multer ഡോട്ട് മെമ്മറി സ്റ്റോറേജ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ ക്ലൗഡിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ തൽക്കാലം ഡിസ്ക് സ്റ്റോറേജ് എന്ന് കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിൽ കേളി ബ്രേസസ് പാസ് ചെയ്ത് കൊടുക്കാം. ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡെസ്റ്റിനേഷൻ കൊടുക്കാം. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ അല്ലെങ്കിൽ ഇമേജ് സ്റ്റോർ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. തൽക്കാലം നമുക്ക് ./uploads എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ, പക്ഷേ ഇതാണ് കൺവെൻഷനായിട്ട് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കോമ ഇട്ടിട്ട് ഫയൽ നെയിം കൊടുക്കാം. ഫയൽ നെയിമിൽ 3 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ഒന്ന് റിക്വസ്റ്റ്, പിന്നെ ഫയൽ, പിന്നെ കോൾ ബാക്ക് ഫംഗ്ഷൻ. റിക്വസ്റ്റ് കോമ ഫയൽ കോമ കോൾ ബാക്ക്. ഇനി റിട്ടേൺ ചെയ്യേണ്ടത് നമ്മൾ ഈ കോൾ ബാക്ക് ഫംഗ്ഷന് വീണ്ടും സെറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് നൾ അല്ലെങ്കിൽ എറർ എന്ന് കൊടുക്കുക, നൾ എന്ന് കൊടുക്കാം. ഇനി അടുത്ത ഫീൽഡ് ഒരു സ്ട്രിങ് ആണ്. നമുക്ക് ഏത് നെയിമിലാണ് നമ്മളുടെ ഫയൽ അവിടെ സേവ് ആവേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് ആണ്. തൽക്കാലം നമുക്ക് test.jpg എന്നൊരു സ്ട്രിങ് കൊടുക്കാം. എന്നിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ അതിൻ്റെ ഒറിജിനൽ നെയിമിൽ സേവ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ അവിടെ അപ്ലോഡ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ യൂസ് ചെയ്യാനായിട്ട് അപ്ലോഡർ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യാം. const uploader multer of storage. multer ബ്രാക്കറ്റിനകത്ത് കേളി ബ്രേസസിനകത്ത് സ്റ്റോറേജ് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഈ അപ്ലോഡർ വെച്ചിട്ടാണ് നമ്മൾ ഫയൽ അങ്ങോട്ട് സേവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ഈ app.postനകത്ത് ഫസ്റ്റത്തെ പാത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അത് പാസ് ചെയ്ത് കൊടുക്കുക, അപ്ലോഡർ എന്ന്. അതിനപ്പുറത്ത് ഒരു കോമ ഇട്ട് കൊടുക്കാം. സോ ഈ അപ്ലോഡർ ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രോപ്പർട്ടീസ് കാണാം. അതിൽ നമ്മൾ സിംഗിളാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ സിംഗിൾ ഫയലല്ലേ സെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ബ്രാക്കറ്റിനകത്തായിട്ട് ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫയൽ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇമേജ് എന്ന് കൊടുക്കാം.
ഈ കൊടുക്കുന്ന ഈ സ്ട്രിങ്ങിൻ്റെ യൂസേജ് എന്താണെന്ന് പോസ്റ്റ്മാനിൽ നമ്മളിത് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. സോ പോസ്റ്റ്മാൻ എടുക്കുക, എന്നിട്ട് ഈ പോസ്റ്റ് മെത്തേഡിൽ ബോഡിക്ക് പോയിട്ട് ഫോം ഡാറ്റ എടുക്കുക, എന്നിട്ട് കീയിൽ നമ്മൾ കൊടുത്ത ആ സ്ട്രിങ് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് പേരാണോ ഇവിടെ കൊടുക്കുന്നത്, ഇപ്പോൾ തൽക്കാലം ഫയലെന്ന് കൊടുക്കാം, ഈ കറക്റ്റ് സ്ട്രിങ് ആ കീയിൽ പാസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ കാണാം, ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫയൽ ചൂസ് ചെയ്തിട്ട് സെലക്ട് ഫയൽ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഇമേജ് പാസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. അത് പ്രോപ്പറായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫയൽ നെയിം കണ്ടത് നമ്മൾ കൊടുത്ത test.jpg എന്നാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ JPG റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് സേവ് ചെയ്ത് സെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് എന്ന് മാത്രം വന്നു. ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു പേരാണ്. ഫയൽ എക്സ്റ്റൻഷൻ ഇല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ഫയൽ നെയിം പാസ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രിങ് ഇവിടെ കളഞ്ഞിട്ട് ഫസ്റ്റ് ഫയൽ ഡോട്ട്, അതിനകത്ത് കാണാം ഫയൽ നെയിം ഒറിജിനൽ നെയിം എന്നല്ല, ഫയൽ ഡോട്ട് ഒറിജിനൽ നെയിം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സെൻഡ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് അതിൻ്റെ ഒറിജിനൽ ഫയൽ നെയിമിൽ അത് സേവ് ആവും. നമ്മൾക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡൈനോ ഹോം എന്നാണ് പേര്. അപ്ലോഡ്സിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒറിജിനൽ നെയിം പാസ്സായിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് റിമൂവ് ചെയ്തിട്ട് ഈ ഫയൽ നെയിമിൻ്റെ കൂടെ കറക്റ്റ് ഡേറ്റും ടൈമും പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഓരോ അപ്ലോഡും യുണീക്കായിരിക്കും. അതിനായിട്ട് ഞാനിവിടെ ബാക്ക് ടിക്ക് യൂസ് ചെയ്തിട്ട് $, പിന്നെ കേളി ബ്രേസസിനകത്ത് date.now ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. എന്നിട്ട് ഹൈഫൺ ഇട്ടിട്ട് ഒന്നുകൂടെ $, കേളി ബ്രേസസ്, എന്നിട്ട് നമ്മളുടെ ഫയൽ ഡോട്ട് ഒറിജിനൽ നെയിം. ഇനി നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഫയൽ അപ്ലോഡ് ആകുമ്പം അതിന് മുമ്പ് ഒരു ടൈം സ്റ്റാമ്പും പാസ്സായിട്ടുണ്ട്. കറക്റ്റായിട്ട് ടൈം സ്റ്റാമ്പും ഫയലിൻ്റെ നെയിമും പാസ്സാവുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ഡേറ്റും ടൈമുമാണ് കിടക്കുന്നത്. ഇത് യുണിക്സ് ടൈം സ്റ്റാമ്പിലാണ് ഇത് കിടക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഗൂഗിളിൽ ഈപോക്ക് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഈപോക്ക് കൺവെർട്ടർ, യുണിക്സ് ടൈം സ്റ്റാമ്പ് കൺവേർട്ട് ചെയ്യാനുള്ളത്. അതിനകത്ത് നമുക്കത് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡേറ്റും ടൈമും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് അപ്ലോഡിങ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.